ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ഇടുക്കിയിലെ ഏറ്റവും മനോഹരവും അതുപോലെ തന്നെ ഏറ്റവും സേഫുമായ ആനയിടിക്കുത്ത് വാട്ടർഫാളിലേക്കാണ്. മണ്ണപ്പുറത്ത് നിന്നും കരിമണ്ണൂരിലേക്ക് പോകുന്ന റോഡിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് അവിടെ എത്തിച്ചേരാം. നമുക്ക് വാട്ടർഫാളിൻ്റെ അടിഭാഗത്തായി നിരവധി പാർക്കിംഗ് ഏരിയകൾ ലഭ്യമാണ്. വാഹനം പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഇടവഴികളിലൂടെ നടന്നു വേണം വാട്ടർഫാളിലെത്താൻ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാട്ടർഫാളിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. വാട്ടർഫാളിൻ്റെ മുകൾ ഭാഗത്ത് മരങ്ങൾ നിറഞ്ഞ നിരപ്പായ സ്ഥലത്തുകൂടിയാണ് തോടൊഴുകുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെ നല്ല സൗകര്യമുണ്ട്. മുകളിൽ നിന്ന് വരുന്ന വെള്ളം നിരവധി ചെറിയ പാറക്കുഴികളിൽ കൂടി ഒഴുകിയാണ് താഴോട്ട് പതിക്കുന്നത്. പാറക്കുഴികൾ കണ്ടാൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് ഇവിടെ കണ്ടാൽ ഇതൊരു വാട്ടർ തീം പാർക്കാണോ എന്ന് പോലും തോന്നിപ്പോകും. ഇനി നമുക്ക് വാട്ടർഫാളിൻ്റെ താഴത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ആരെയും കൊതിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം. ഈ കാട്ടുമരങ്ങൾക്കിടയിൽ ഇതുപോലെ നിരന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് സമ്മാനിക്കുന്നത്.
ഈ വാട്ടർഫാളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ സേഫായി ഇറങ്ങി കുളിക്കാവുന്നതാണ്. ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഏകദേശം 3 അടി വെള്ളം മാത്രമേ ഇവിടെ കെട്ടി നിൽക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിവശത്ത് ചെറിയ വെള്ളാരം കല്ലുകളും മണലുമാണ്. കുഴികളോ ചുഴികളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. മുകളിൽ നിന്നും ചാടുന്ന വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നതിനാൽ വെള്ളം നല്ലപോലെ തെളിഞ്ഞാണ് ഇവിടെ ഉണ്ടാവുക. കുഞ്ഞു കുട്ടികൾ മുതൽ സീനിയർ സിറ്റിസൺ വരെ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. കുളി കഴിഞ്ഞാൽ വിശ്രമിക്കുന്നതിനും ചുറ്റിക്കറങ്ങുന്നതിനുമായി ഇവിടെ വിശാലമായ ഒരു ഏരിയയാണ് ഉള്ളത്. ഇവിടെ ഒഴുകുന്ന വെള്ളം കാണുമ്പോൾ എത്ര ഭംഗിയാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഇവിടെ വെള്ളം ഒഴുകുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവിടെ കുളി കഴിഞ്ഞ് ഡ്രസ് മാറുന്നതിനൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളത്തിലുള്ള കുളിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടി സ്നാക്സും ചായയും കിട്ടുന്ന ഒരു ഷോപ്പ് അടുത്ത് തന്നെ ഉണ്ട്. നമുക്കും ഒരു കട്ടനൊക്കെ അടിച്ച് ഒന്ന് ചൂടാക്കി മടക്കയാത്ര ആരംഭിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.